വിപണി കണ്ടെത്താൻ കഴിയാത്തത് മൂലം നേന്ത്രവാഴ കർഷകൻ ആശങ്കയിൽ. കാസർഗോഡ് പാക്കത്തെ അശോകനാണ് പ്രതിസന്ധി നേരിടുന്നത്. വിളവെടുപ്പിന് പാകമായ 200ഓളം വാഴക്കുലകളാണ് കെട്ടിക്കിടക്കുന്നത്. പൂർണ്ണമായും ജൈവരീതിയിൽ നേത്രവാഴ കൃഷി ഇറക്കിയ പാക്കം ആലക്കോട്ടെ അശോകനാണ് വിപണി കണ്ടെത്താൻ കഴിയാതെ പ്രതിസന്ധിയിലായത്. കഴിഞ്ഞ സെപ്റ്റംബറിലാണ് പാട്ടത്തിനെടുത്ത ഭൂമിയിൽ 400ഓളം വാഴകൾ അശോകൻ കൃഷി ചെയ്തത്. നേത്രവാഴ കൃഷിക്ക് വേനലിൽ നല്ല നനവേണം. രാവിലെയും വൈകിട്ടും 2 നേരം വരെ തോട്ടം നനയ്ക്കണം. കൊടും വേനലിൽ വാഴകൾ തളരും. മാരകച്ചൂടിൽ തണ്ട് ഒടിഞ്ഞു വീഴാം. ഇതിനെയൊക്കെ മറികടന്ന ഏറെ കഷ്ടപ്പെട്ടാണ് അശോകനെ പോലെയുള്ള കർഷകർ വാഴകൃഷി നടത്തിവരുന്നത്. ഒടുവിൽ വിളവെടുപ്പിന് സജ്ജമായപ്പോൾ വിപണി കണ്ടെത്താൻ കഴിയാത്ത സ്ഥിതിയും. ഏകദേശം 1.5 ലക്ഷത്തോളം രൂപ ചെലവിട്ടാണ് കൃഷി ചെയ്തത്. വന്യമൃഗങ്ങളുടെ ശല്യവും ഏറെയാണ്. ബാങ്കിൽ നിന്ന് വായ്പയെടുത്ത് കൃഷിയിറക്കിയ അശോകന് ഇതുവരെയായിട്ടും കൃഷിഭവനിൽ നിന്നും യാതൊരുവിധ ആനുകൂല്യങ്ങളും ലഭിച്ചിട്ടില്ല. ആകെ ഞാൻ ഇന്ന് കൊത്തിയത് 12 കൊല കൊത്തിയിട്ട് നാട്ടിൻ ഭാഗത്ത് പീടിയിൽ കൊടുത്തിട്ടുണ്ട്. അതല്ലാതെ ഇപ്പോൾ കായ് ഏടിയും വേണ്ട. എവിടെ വിളിച്ച് ചോദിച്ചാലും കായ് സ്റ്റോക്കുണ്ട്, ഇപ്പോൾ പോകുന്നില്ല, അതുകൊണ്ട് ഇപ്പോൾ കൊണ്ടുവരേണ്ടതാണ് പറയുന്നത്. 150 കൊല കൊത്താനുണ്ട്. ഇത് പഴുത്തിട്ട് പക്ഷി തിന്നിട്ട് പോകുന്നതല്ലാതെ നമുക്ക് കാരണം കിടന്നാൽ ഉറക്കം വരാത്തൊരു സ്ഥിതിയാണ്. ഒരുപാട് കടമായി ഇതിൻ്റെ പേരിൽ. എന്ത് ചെയ്യേണ്ടതെന്നൊരു വഴിയില്ല. കാരണം കൃഷി വകുപ്പൊന്നും ഒരു ആനുകൂല്യം നമുക്ക് ഇതുവരെ കിട്ടിയില്ല. സെപ്റ്റംബർ 20 വാഴ വെച്ച് ഒക്ടോബറിലാണ് നമ്മൾ ഇത് അപേക്ഷ കൊടുക്കുന്നത്. ഫോട്ടോ അടക്കം എടുത്തിട്ട് കൊടുത്തതാണ്. അവരൊന്നും വന്ന് നോക്കാനോ അല്ലെങ്കിൽ ഒരു രൂപ ആനുകൂല്യം തരാൻ ഒന്നും നമുക്ക് കിട്ടിയില്ല. പിന്നെ എങ്ങനെ കൃഷിക്കാരെ മുമ്പിലോട്ട് പോകുന്നത്? 20 കിലോ വരെ തൂക്കം വരുന്ന 200ഓളം വാഴക്കുലകൾ വിപണി കണ്ടെത്താൻ കഴിയാത്തതുമൂലം വിളവെടുക്കാൻ കഴിയാത്ത സ്ഥിതിയിലാണ്. അശോകന് വിപണി കണ്ടെത്താൻ കൃഷിഭവന്റെ ഭാഗത്തു നിന്നുമുള്ള സഹായം ലഭിച്ചേ തീരൂ. കൃഷിവകുപ്പ് നേത്രവാഴ കർഷകർക്ക് അനുവദിച്ചിട്ടുള്ള ആനുകൂല്യങ്ങളും കാത്തുകഴിയുകയാണ് ഈ കർഷകൻ. കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്.